ഹലോ. അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം ദേ ഒരു കലത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചിക്കന് വേണ്ടി എടുത്തതിൻ്റെ ബാക്കി വന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. കഴുകി ഒഴിച്ചാണ് മിക്സി. അതിലേക്ക് ദേ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഗ്രാമ്പു, കറുകപ്പട്ട, ഏലയ്ക്ക, അതുപോലെ തന്നെ കുരുമുളക്, പിന്നെ ജാതിപത്രി ഇവയൊക്കെയാണ്. നമ്മളിത് അത് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3-4 തുള്ളി നമ്മുടെ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു സ്വാദിന് വേണ്ടിയല്ല, ആ ഒരു മണത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഇനിയും കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണെന്ന്. ഇനി അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പം അരി നമ്മൾ പകുതിയെ വേവിച്ചെടുക്കുന്നുള്ളൂ, കാരണം പകുതി വെന്ത ചിക്കനിലേക്ക് നമ്മളിത് ദമ്മിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചേക്കുന്ന 1.5 കിലോ അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് പകുതി വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പകുതി വെന്ത അരി നമ്മൾ ഊറ്റുകയാണ്. ഇനി ആ വെന്ത അരി നമ്മൾ പകുതി വെന്ത ചിക്കനിലേക്ക്, അതായത് അരപ്പൊക്കെ ഉണ്ട്, ബാക്കി അതിലിരുന്ന് വേവും. അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ഇനി മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാനായിട്ടുള്ള നെയ്യ് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നെയ്യ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് എടുത്ത് വറുത്തെടുക്കാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ ചിക്കൻ്റെ റെസിപ്പി ഇവിടെ ഇട്ടിട്ടില്ല, കാരണം എല്ലാം കൂടെ ആയാൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുമെന്ന് കരുതിയാണ് ഇടാതിരുന്നത്. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് മൂത്തതിലോട്ട് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നന്നായി ഒന്ന് മൂത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ റൈസിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു സ്വല്പം റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലൊരു സ്മെല്ല് കിട്ടാൻ റോസ് വാട്ടറും പൈനാപ്പിൾ എസൻസും ഒക്കെ. ഇനി അതിലേക്ക് നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കുന്നു. ആ നെയ്യും കൂടി അതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സ്വല്പം മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു വെയിറ്റ് എടുത്ത് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കുന്നത്. അപ്പം നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് ഞെരടി ഇടുകയാണ്, കാരണം അതിൻ്റെ ജ്യൂസൊക്കെ ചോറ് പിടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ഇവിടെ പകുതി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വെയിറ്റ് വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാം. എന്നിട്ട് തുറക്കുമ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. മല്ലിയിലയൊക്കെ വാടി നമ്മുടെ ബിരിയാണി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. നമ്മുടെ ചോറിൻ്റെ പരുവം മാത്രം ഒന്ന് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ സവാളയും കുക്കുംബറും പച്ചമുളകും തക്കാളിക്കും തൈരും ഒഴിച്ച സലാഡാണ്. ഇപ്പം നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയും ഉണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും. ലോങ് ആകുമെന്ന് കരുതിയാണ് വീഡിയോസ് ഇതിനകത്ത് ആഡ് ആക്കാതിരുന്നത്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീണ്ടും എല്ലാവരും ഒന്നുകൂടി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.